ആരോഗ്യം മാത്രമാണ് ശരിയായിട്ടുള്ളത്, രോഗമെന്നൊന്നില്ല. എന്താ കണ്ണുവീഴ്ച നോക്കണേ? ഇതെന്താ ഈ കേൾക്കണമെന്ന് അല്ലേ? ലോകം മുഴുവൻ രോഗം ചികിത്സിക്കാൻ നടക്കുക ആളുകൾ, സകല മരുന്ന് കടകൾ, രോഗം മാറ്റാൻ ആശുപത്രികൾ, എത്രയോ ആരോഗ്യവകുപ്പുകാർ, അവരുടെ സ്കീമുകൾ, ഫണ്ടുകൾ, രോഗം മാറ്റാൻ, രോഗപ്രതിരോധം നടത്താൻ. രോഗമെന്നൊരു സാധനം ഇല്ല. പിന്നെന്താ ഉള്ളത്? ആരോഗ്യമുണ്ട്, ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയുണ്ട്, കുറയുന്ന അവസ്ഥയുണ്ട്, ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിൽ ഒരാൾ, ആരോഗ്യമില്ലാത്ത ഒരാളെ ഇവിടെ വിളിച്ച് നിർത്തിയാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ എന്തു പറയും? ഞാനൊന്ന് ഇരുന്നോട്ടെ, എനിക്ക് നിൽക്കാൻ വയ്യ, കാൽമുട്ടിന് വയ്യ, അരക്കെട്ട് വയ്യ, നടുവ് വയ്യ, ക്ഷീണമാണ്, തളർച്ചയാണ്. അയാളുടെ കണ്ണിൻ്റെ കാഴ്ച എങ്ങനെയായിരിക്കും? ആരോഗ്യമില്ലാത്ത ഒരാളുടെ കാഴ്ച എങ്ങനെയായിരിക്കും? വീക്കായിരിക്കും, കുറഞ്ഞിരിക്കും. അപ്പം അതിന് കണ്ണ് ഡോക്ടറെ അടുത്ത് പോയാൽ കണ്ണ് നോക്കിയിട്ട് അയാൾ കണ്ണട വെച്ച് തരും. കണ്ണ് നന്നായിട്ടുണ്ടോ? കണ്ണ് നന്നാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇനി കണ്ണ് നന്നാകേണ്ട ഒരു കാര്യവുമില്ല. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണിനെ നന്നാക്കാതെ തന്നെ വേറൊരു ഊന്നുവടി കിട്ടിയിട്ടുണ്ട്. അതേപോലെ അയാളുടെ കേൾവിയോ കൂടുകയോ കുറയോ? കുറയും. അപ്പം അതിൻ്റെ ചികിത്സ എന്താ? ഒരു സാധനം ഇവിടെ ഫിറ്റ് ചെയ്ത് തരും, കുറച്ച് നാൾ കേൾക്കാം. ചികിത്സ ഇതൊക്കെയാണ്. അയാളുടെ ശബ്ദം അതും കുറയും. ശ്വാസമെടുക്കുന്നത് ഏന്തി വലിഞ്ഞ് ശക്തി ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് ശ്വസിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് ഒരു ഒച്ചയൊക്കെ കേൾക്കും, അപ്പോൾ ആസ്തമയാണെന്ന് പറയും. എന്താ ചികിത്സ? ആസ്തമയുടെ ചികിത്സ ആ ഇൻഹേലർ വെച്ച് ഒരു ഷൂട്ട് ചെയ്താൽ ശ്വാസമായി, ശ്വാസകോശം ഒന്ന് വികസിപ്പിച്ചു. ആസ്തമ മാറുമോ? ആസ്തമ മാറുമോ? പിന്നെയും വരുമ്പോൾ പിന്നെ ഇത് തന്നെ ചെയ്യണം. ഡോക്ടർമാരും പറയും ആസ്തമ വരുമ്പോഴൊക്കെ ഈ ഇൻഹേലർ എപ്പോഴും കയ്യിൽ വേണം കേട്ടോ, വലിച്ചാൽ മതി. ഹാർട്ടിന്, അയാളുടെ ഹൃദയം പ്രയാസമുള്ള പ്രവർത്തനം, ബ്ലോക്ക് ഉണ്ടാകും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്താ ചികിത്സ? ഒരു കുന്തം ഇതിലൂടെ കുത്തിക്കയറ്റി ഒരു പൈപ്പിൻ്റെ കഷണം ആ ബ്ലോക്കുള്ളിടത്ത് കൊണ്ടുപോയിട്ട് വെച്ച് വികസിപ്പിച്ച്. ബലൂൺ സർജറി ഉണ്ട്. ബ്ലോക്ക് മാറുന്നുണ്ടോ? മാറ്റുന്നുണ്ടോ? ഇല്ല. ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് എടുത്ത് കളയണുണ്ടോ? ബൈപ്പാസ് ചെയ്ത് വെക്കുന്നുള്ളൂ. കാലിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കും. ഹൃദയം നന്നാകുന്നില്ല. അയാൾക്ക് പ്രമേഹം ഉണ്ടെന്ന് പറയും. എടോ അതിനെന്താ ചികിത്സ? ഞാൻ ഷുഗർ കുറയാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. എടോ പ്രമേഹം ഉള്ളതിന് ഷുഗർ കുറയാൻ മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? അല്ല, പ്രമേഹം എന്ന് പറയുന്നത് ഷുഗർ കൂടുന്നതാണല്ലോ, അപ്പോൾ ഷുഗർ കുറച്ചാൽ മതി. എടോ തൻ്റെ ഷുഗർ കൂടുന്നത് എന്തുകൊണ്ടാ? ആരാ കൂട്ടുന്നേ? അത് പാങ്ക്രിയാസ്. പാങ്ക്രിയാസിൽ നിന്ന് നല്ല ഇൻസുലിൻ വരാത്തത് കൊണ്ടാണ് ഷുഗറിൻ്റെ കൂടെ ചെന്ന് കോശങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷുഗർ കൂടുന്നത്. അതിന് ഷുഗർ കുറപ്പിക്കുന്നത് കൊണ്ട് പ്രമേഹം മാറുമോ? പാങ്ക്രിയാസ് നന്നാകുമോ? ഇല്ലല്ലോ. ഇപ്പം മണ്ടത്തരം അല്ലേ താനീ ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ എനിക്ക് BP കൂടുതലാണ്. BP കൂടിയതിനെന്താ ചികിത്സ? BP കുറയാനുള്ള മരുന്നുണ്ട്, അത് കഴിച്ചുകൊണ്ടേയിരിക്കണം ദിവസവും 2 നേരം 3 നേരം. ഇവിടെ തനിക്ക് BP കൂടിയത് എന്തുകൊണ്ടാണ്? അത് ഹൃദയം കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്തുകൊണ്ടാണ്. കൂടുതൽ ശക്തിയിൽ ഹൃദയം പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് BP കൂടുന്നത്. ഹൃദയം കുറഞ്ഞ ശക്തിയിലാണ് പമ്പ് ചെയ്യുന്നതെങ്കിലോ BP കുറയും. BP കുറഞ്ഞ ആളല്ലേ അല്ലേ? ലോ BP അല്ലേ? ആ, ഹൃദയം ശക്തി. അപ്പോൾ ചികിത്സ എന്താ? ഹൃദയത്തിൻ്റെ പമ്പിങ് കൂട്ടിക്കുക അല്ലെങ്കിൽ കുറപ്പിക്കുക. അപ്പോൾ BP കുറഞ്ഞോളും. അതുകൊണ്ട് കാരണം മാറുമോ? ഹൃദയം നന്നാകുമോ?
പമ്പിങ് കുറപ്പിച്ചുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷനുള്ളിൽ വരികയുള്ളൂ. പമ്പിങ് കൂട്ടിയാലും കോംപ്ലിക്കേഷനാവും. കാരണം ഹൃദയത്തിന് അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടാണല്ലോ പമ്പിങ് കൂട്ടാൻ പറ്റാതെ വിഷമം വന്നുകൊണ്ടാണ് കൂട്ടാത്തത്. അപ്പോൾ നിങ്ങൾ മരുന്നുകൊണ്ട് തല്ലി കുടിക്കുകയാണ്. രക്തം എല്ലായിടത്തേക്കും എത്താത്തത് കൊണ്ടും മറ്റെന്തൊക്കെയോ പ്രശ്നമുണ്ട്, രക്തം കൊഴുപ്പായി പോയി. അതുകൊണ്ടാണ് BP കൂട്ടി പമ്പ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പ്രഷർ കൂട്ടി പമ്പ് ചെയ്യേണ്ടി വരുന്നത്. ആ കാരണം മാറ്റാതെ നിങ്ങൾ പ്രഷർ കുറപ്പിക്കാൻ ഹൃദയത്തെ പമ്പിങ് കുറപ്പിക്കുമ്പോൾ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു നായ കടിക്കാൻ ഓടിച്ചിട്ടാൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ രക്തസഞ്ചാരം ശരിയല്ല, കാലുമരയിപ്പ്, കൈമാറുക. അപ്പോൾ അതിന് ആസ്പിരിൻ തരും, ഹാർട്ടിൻ്റെ ഇതിനും തരും, BP കുറയ്ക്കാനും തരും. ആസ്പിരിൻ കഴിച്ചാൽ രക്തം നേർത്ത് രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. എന്താ സംഭവിക്കുക? രക്തം നേർപ്പിക്കാവോ? കട്ടിയാക്കാനും പാടില്ല, നേർപ്പിക്കാനും പാടില്ല. പാലും വെള്ളമായാൽ എങ്ങനെയിരിക്കും? ജ്യൂസ് വെള്ളം ചേർക്കും തോറും ഗുണം കുറയും, ക്വാളിറ്റി കുറയും. ക്വാളിറ്റി കുറഞ്ഞ ബ്ലഡ് തലയിലേക്ക് നേർപ്പിച്ച ബ്ലഡ് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്ലഡിലുള്ള പ്രോട്ടീൻ, ഫാറ്റ്, ഗ്ലൂക്കോസ് ഇതൊന്നും തലച്ചോറിലേക്ക് എത്തില്ല എന്നുകൂടിയാണ്. അതോടെ മറവി രോഗത്തിൻ്റെ ആരംഭം നിങ്ങളിൽ തുടങ്ങും. ബ്രെയിന് വേണ്ടത്ര പോഷകം കിട്ടുന്നില്ല. ഇപ്പോൾ ആസ്പിരിൻ കഴിക്കുന്ന ഒരാളെ റോഡപകടം പറ്റിക്കഴിഞ്ഞാൽ കിട്ടുമോ? ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് അയാൾ തീരും. അയാളേക്കാൾ കൂടുതൽ പരിക്ക് പറ്റിയ ആസ്പിരിൻ കഴിക്കാത്ത ആളുകൾ രക്ഷപ്പെടും. ആസ്പിരിൻ കഴിക്കുന്ന ആളെ കിട്ടില്ല. കാൽമുട്ട് തേയ്മാനം അത് മാറ്റി വയ്ക്കാം. ഇത് ചികിത്സ എന്ന് പറഞ്ഞ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരം നന്നാക്കുന്ന ഏർപ്പാട് അല്ല. കുഴപ്പം കാരണം ദുരിതം മാറ്റുന്ന ഏർപ്പാടില്ല, രോഗം മാറ്റുന്ന ഏർപ്പാടില്ല. രോഗം എന്നുള്ളത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയാം. വ്യവഹാര ഭാഷയിൽ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. സന്ധിവാതം, ആർത്രൈറ്റിസ്, എന്തുകൊണ്ട്? ആ കാരണം മാറുന്നതിന് വരെ നമുക്ക് പെയിൻ കില്ലർ തരും. അത് കഴിക്കുമ്പോൾ വേദനയില്ല, സന്തോഷമാകും. നല്ല ശക്തിയുള്ള പെയിൻ കില്ലർ കഴിച്ച് വേദന മുഴുവൻ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇവിടെ ഒരു കുഴപ്പം പറ്റി, പെയിൻ കില്ലർ കഴിച്ച് വേദന നമ്മൾ മാറ്റി, പിന്നെന്ത് സംഭവിക്കും? വേദന ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പണിയെടുക്കും. വീണ്ടും പണിയെടുക്കുമ്പോൾ കേടുപറ്റിയ ഭാഗത്തിന് എന്ത് പറ്റും? കേടുപറ്റിയ മിക്സിയെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചു, അത് തകർന്നു പോകും. അങ്ങനെയാണ് കാൽമുട്ട് മാറ്റൽ, അരക്കെട്ട് മാറ്റൽ. വേദനയ്ക്ക് മരുന്ന് കഴിക്കും. ഈ വേദനയ്ക്ക് മരുന്ന് കഴിച്ചാണ് അവസാനം സന്ധിവാതം ആകെക്കൂടെ കുഴപ്പത്തിലേക്ക് വീഴുന്നത്. തൈറോയിഡിന് തകരാറ്, അതുകൊണ്ട് നമ്മൾ തൈറോയിഡ് ഹോർമോൺ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പിന്നെ തൈറോയിഡ് ഗ്രന്ഥിക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വലിയ താമസമില്ലാണ്ട് കഴുത്ത് മുറിച്ച് അതെടുത്ത് കളയുകയും ചെയ്യും. പിന്നെ ജീവിതകാലം മുഴുവനും ഇത് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ നമ്മളെ കെണിയിലാക്കുന്ന ഒരേർപ്പാടായിട്ട് ചികിത്സ മാറി. അതല്ല ചികിത്സ. രോഗത്തെയാണോ ചികിത്സിക്കേണ്ടത്? ആരോഗ്യം കൂട്ടി അനാരോഗ്യത്തെയാണോ ചികിത്സിക്കേണ്ടത്? അനാരോഗ്യം കാരണമാണ് ഓരോ അവയവത്തിനും വേണ്ട പോലെ പ്രവർത്തിക്കാൻ പറ്റാത്തത്. ആരോഗ്യം ശരിയായാൽ എല്ലാം പറന്നു പോവും. ഈ ലാബ് ടെസ്റ്റൊക്കെ നടത്തി വലിയ ഫയലുമായിട്ടൊക്കെ നടക്കട്ടെ, ഒരു കാര്യമില്ല, നടന്നിട്ടൊരു കാര്യമില്ല എന്നുള്ളത് വേറൊരു കാര്യം. ചെയ്യേണ്ടത് ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തലാണ്. ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തലാണെങ്കിൽ അത് ഡോക്ടർക്ക് നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റുമോ? ഡോക്ടർ നല്ല ഭക്ഷണം കഴിച്ചു, ഡോക്ടർ നല്ല വായു ശ്വസിച്ചു, നല്ല വ്യായാമം ചെയ്തു, നിങ്ങൾക്ക് വല്ല മെച്ചം കിട്ടുമോ? നിങ്ങൾ നല്ല വായു ശ്വസിച്ച്, നല്ല വെള്ളം കുടിച്ച്, നല്ല ഭക്ഷണവും കഴിച്ച്, നല്ല അധ്വാനവും വിശ്രമവും ഒക്കെ എടുത്ത്, നല്ല മനസ്സും നല്ല സ്നേഹ സമൂഹത്തിലും ജീവിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും.
അത് വ്യക്തിനിഷ്ഠമാണ്. വ്യക്തിനിഷ്ഠമാണ് ആരോഗ്യം. ആ മനസ്സും ശരീരവും അതിനെ നയിക്കുന്ന ഇലക്ട്രിക് പവർ പ്രാണശക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. രോഗചികിത്സയോ, അത് നമുക്കെന്തറിയാൻ രോഗത്തെക്കുറിച്ച് അല്ലേ? രോഗചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, അത് ഡോക്ടർ ചെയ്തു തരേണ്ട കാര്യമാണ്. ലാബിൽ കണ്ടുപിടിക്കേണ്ടതാണ്. കണ്ടുപിടിച്ചിട്ട് പിന്നെ കത്തിയിട്ട് തിരിക്കണോ, അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യണോ, കീമോ ചെയ്യണോ, മരുന്ന് പ്രയോഗിക്കണോ, അത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ഡോക്ടർ തന്നെ ചെയ്തു തരണം. അതേസമയം ആരോഗ്യം നന്നാക്കലാണെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഡോക്ടർമാർ നമ്മുടെ ശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ അതോടെ പിന്നെ അവർ നന്നാകും, നമ്മൾ കൂടുതൽ കൂടുതൽ മോശമാകും. കൂടുതൽ കൂടുതൽ മരുന്ന് കഴിക്കുന്നവർ കൂടുതൽ കൂടുതൽ നന്നാകുകയാണോ ചെയ്യുന്നത്? കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക്, കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് വീഴുകയാണോ ചെയ്യുന്നത്? ദുരിതത്തേക്കാണ്. മരുന്ന് കഴിക്കുമ്പോഴേ ദുരിതം തുടങ്ങും. ഉള്ളിൽ ചെല്ലുന്ന മരുന്ന് കൂടുതൽ മരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഉള്ളിൽ ചെല്ലുന്ന മരുന്ന് അതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും. കൂടുതൽ മരുന്നുകൾ നമ്മൾ കഴിക്കും. നമ്മുടെ വിചാരം, ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ട് പോലും എനിക്ക് രോഗം കൂടുകയാണ്, അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാതിരുന്നാലോ? മരുന്നുകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നത് ആർക്കാണ്? ഡോക്ടർമാർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നതും ഡോക്ടർമാരാണ്. പ്രത്യേകിച്ച് കുട്ടി ഡോക്ടർമാർ. മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോൾ ആവേശത്തോടെ പോയി പഠിച്ചു, ആ രോഗത്തിന് ഈ മരുന്ന് കഴിക്കുക, ഇങ്ങനെ മരുന്ന് കഴിക്കുക, അങ്ങനെ കഴിക്കുക, ഇന്ന മരുന്നുണ്ട്, വണ്ടർഫുള്ളാണ്, വേദനയ്ക്ക് കഴിക്കുമ്പോൾ വേദന മാറുന്നു, അത്ഭുതം, മാജിക്കൽ റെമഡി. മാജിക്കൽ റെമഡിയാണ്. ഈ മാജിക്കൽ റെമഡി പ്രയോഗിക്കുന്ന ഡോക്ടർമാർ, പ്രത്യേകിച്ച് കുട്ടി ഡോക്ടർമാർ, അവർ അത്ഭുതം കാണിക്കുന്നവരാണ്. ആസ്തമയ്ക്ക് ഒരു ഇൻഹേലർ ചെയ്തപ്പോൾ ശരിയായി. കുറച്ച് കഴിയുമ്പോൾ ശ്വാസകോശത്തിൻ്റെ വികസിക്കാനും ചെറുതാനുള്ള കഴിവ് അങ്ങ് പോകും. ആസ്തമ രോഗി ഈ മരുന്നൊക്കെ എടുത്ത് അവസാനം ഇതെടുത്താലും ഒരു കാര്യമില്ലാണ്ട് ഗതികേടിലാണ് മരിക്കുക. പ്രമേഹ രോഗികൾ മരുന്നെടുത്തോണ്ടേ ഇരിക്കുമ്പോൾ കൈകാല് മരവിപ്പ്, കിഡ്നിക്ക് തകരാറ്, കണ്ണിൻ്റെ കാഴ്ച പോയി, പിന്നെ ദുരിതം സഹിച്ചാണ് കൈകാല് മുറിച്ചും ഡയാലിസിസ് ചെയ്തൊക്കെയാണ് പ്രമേഹ രോഗിയുടെ അന്ത്യം. ഓരോ രോഗിയും മരുന്ന് കഴിച്ച് പ്രായം ചെല്ലുമ്പോഴാണ്. അപ്പോൾ കുട്ടി ഡോക്ടർമാർ ആഹ്ലാദപൂർവ്വം ആവേശപൂർവ്വം അവരുടെ മരുന്ന് കഴിക്കും, സകലർക്കും വിളമ്പും. നമ്മുടെ പ്രകൃതി കൺസൾട്ടേഷൻ വളരെ എളുപ്പമാണ്. 2 ആഴ്ച ഇവിടെ താമസിക്കണം. 2 ആഴ്ച വണ്ടി വർക്ക്ഷോപ്പിലുണ്ടാവണം. മറ്റു ചികിത്സകളെ പോലെ ആഹാരത്തിന് മുമ്പും പിമ്പും ഇതങ്ങോട്ട് കഴിച്ചോ എന്ന് പറഞ്ഞ് തരാൻ നമുക്കൊന്നുമില്ല. രോഗമാറ്റം നടക്കുന്നത് നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിൽ വരുമ്പോഴാണ്. പൂർണ്ണ വിശ്രമം ഒരു ശരീരത്തിന് കിട്ടുന്നത് വയറ്റിൽ ഭക്ഷണമില്ലാതെ കിടന്നുറങ്ങുന്ന നേരത്താണ്. ഒറ്റയടിക്ക് നിങ്ങളെ പൂർണ്ണ വിശ്രമത്തിലേക്ക് കൊണ്ടുപോയാൽ പൂർണ്ണ ഉപവാസം അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. പലർക്കും പല രോഗങ്ങളുടെ ഈ ഹീലിംഗ് ക്രൈസിസ് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങളുടെ രോഗം മാറ്റുന്ന പ്രക്രിയയിൽ നിങ്ങൾക്ക് ആ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമായിട്ടും അതിന് പിന്നീട് മുമ്പ് വന്നിരുന്ന രോഗങ്ങളൊക്കെ തിരിച്ചു വരും. പേടിക്കരുത്. ഇപ്പോൾ വീട്ടിലിരുന്നാണ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ചില ഹീലിംഗ് ക്രൈസ് ഉണ്ടാകുമ്പോൾ നിങ്ങളും പേടിക്കും, വീട്ടുകാരും പേടിക്കും, പൊക്കി ആശുപത്രി കൊണ്ടുപോകും, അതോടെ തീരും പ്രകൃതി ചെയ്യൽ. അതുകൊണ്ട് രോഗമാറ്റം എന്നുള്ളത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. ആ അവസരം ഭക്ഷണം നിറച്ച് അത് ദഹിപ്പിക്കുക, സ്വാംശീകരിക്കുക, രക്തം എല്ലായിടത്തും കൊണ്ട് എത്തിക്കുക, കോശങ്ങളിൽ അത് ഓക്സിഡേഷൻ പ്രവർത്തനം നടക്കുക. അപ്പോഴെങ്ങനെയാണ് രോഗപ്രതിരോധ ശക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക? രോഗപ്രതിരോധ ശേഷിക്ക് അപ്പോൾ പ്രവർത്തിക്കാൻ പറ്റില്ല. കോശങ്ങളിലെ ഭക്ഷണത്തിൻ്റെ ഓക്സിഡേഷൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഭക്ഷണമില്ലാത്തൊരു സമയം കിട്ടിയാൽ ആ സമയത്ത് ആക്റ്റീവാകുന്നതാണ് രോഗപ്രതിരോധ ശേഷി. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരവസ്ഥ വരണം.
അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞാൽ ഇവിടെ വേവിച്ചത് കൊടുക്കില്ല. രാവിലെ കൊടുക്കും, ഉച്ചയ്ക്കും കൊടുക്കും. ഉച്ച കഴിഞ്ഞാൽ പഴങ്ങൾ, ജ്യൂസ്, പച്ചക്കറി സലാഡുകൾ, കരിക്കോ തേങ്ങയോ അതുപോലുള്ളൊരു ഭക്ഷണത്തിൽ 6 മണിക്ക് നിർത്തും. ആദ്യത്തെ 2-3 ദിവസം രാത്രി ചെറിയ പ്രയാസമൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ഉണ്ടാവും. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. 3 ദിവസം കഴിഞ്ഞാൽ വളരെ സുഖമാകും. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം അങ്ങ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു വിൻഡോ പീരീഡ് കിട്ടും. ഭക്ഷണമില്ലാത്തൊരു സമയം വരും. ആ സമയത്ത് ശരീരത്തിൽ ഈ രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനത്തിന് സമയം കിട്ടും. അതോടൊപ്പം അതിനെ സഹായിക്കാൻ നിങ്ങൾ കൂടുതൽ ഓക്സിജൻ എടുത്തു കൊടുക്കും യോഗയിലൂടെ. നല്ല വെള്ളം, ഇവിടെ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, പൈപ്പിൻ്റെ കണക്ഷൻ ഇവിടെ എടുത്തിട്ടില്ല. കഴിയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലും നമ്മൾ പൈപ്പ് വെള്ളം പാചകത്തിന് ഉപയോഗിക്കുന്നില്ല, കുടിക്കാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ ഒന്ന് ട്യൂൺ ചെയ്ത് വരാൻ അല്പം സമയമെടുക്കും, പ്രയാസമുണ്ട്. അത് വിശ്രമത്തിൽ തന്നെ ചെയ്യണം. അതിനാണ് നമ്മളിതുപോലുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ മാനേജ് ചെയ്യൽ, മെയിൻറ്റെയിൻ ചെയ്യൽ നിങ്ങൾക്ക് ഓടി നടന്ന് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്, വ്യക്തിനിഷ്ഠമാണ്. നമ്മൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും.